ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ കോക്കട്ടിയിലും കൊടുക്കുന്ന ഫുഡ് ലിസ്റ്റിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, നമ്മുടെ മത്തങ്ങക്കുരുവിനെ പറ്റിയുള്ളതായിരുന്നു. ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ള ഒരു സംഭവമാണ് മത്തക്കുരു. അപ്പോൾ ആ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ഇന്നത്തെ വീഡിയോ നമ്മുടെ കോണിനെ പറ്റിയുള്ളതാണ്. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് കേട്ടോ കോണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പുറത്തുള്ള ഓരോ പാളിയായിട്ട് ഇങ്ങനെ പൊളിച്ച് കളയണം. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ സംഭവം ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിതൊക്കെ പൊളിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഞാൻ ഇപ്പോൾ പൊളിച്ച സംഭവമാണ് ഇത്. ഇതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു മുടിനാരൊക്കെ പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇത് വലിപ്പമുള്ളത് വേറെയാണ്. ഇതിന് 25 രൂപയും ചെറുതിന് 15 രൂപയുമാണ് ഞങ്ങളിവിടെ കൊടുത്തത്. ഇത് അവർക്ക് ഫീഡ് ചെയ്യാൻ അത്ര വലിയ പണിയൊന്നുമില്ല. നമ്മൾ വെറുതെ അങ്ങോട്ട് പൊളിച്ചങ്ങോട്ട് വച്ച് കൊടുത്താൽ മതി, അവർ കഴിച്ചോളും. ഇത് കണ്ടില്ലേ, ഇത് ഞാൻ മുമ്പ് കൊടുത്തപ്പോൾ കഴിച്ചതാണ്. അപ്പോൾ ഇതേപോലെ കഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കൊടുക്കാം. ഞാനിത് ചെറിയ പീസായിട്ടാണ് വച്ച് കൊടുക്കാറുള്ളത്, വെറുതെ വേസ്റ്റ് ആക്കണ്ടെന്ന് കരുതിയിട്ടും. ഇത് 2-3 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും, ഒരു 5 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് ഭയങ്കര ഹാർഡാവും. അപ്പോൾ ഇവർക്കത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാകും. അപ്പോൾ അത് ഇവർ പിന്നെ കഴിക്കാതെയാവും. അപ്പോൾ നമ്മളത് വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടും പകുതി ഒടിച്ചെടുത്താൽ മതിയാവും. എന്നിട്ട് പകുതി നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ചാൽ മതിയാവും. ഞാൻ സത്യം പറഞ്ഞതിന് ഒരു 3-4 എണ്ണം വാങ്ങിച്ചിട്ടും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നത്. എൻ്റെ ഒരു 3 ആഴ്ച വരെ എനിക്കിത് കേടുകൂടാതെ ഇരുന്നിട്ടുണ്ട്. ഇങ്ങനെ വെക്കുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകും. നമ്മൾ പുറത്തെ ലെയർ കളഞ്ഞിട്ടുള്ള കോണാണ് വെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ 2-3 ലെയറുള്ള ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് വെക്കണം. അല്ലെങ്കിൽ നമ്മൾ ആ കുണ്ടൻ്റെ പടി തന്നെ വയ്ക്കാം, പുറത്തെ ലെയറെ പാടെ തന്നെ വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഡ്രൈ ആയി പോകില്ല. പിന്നെ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഇവർക്ക് ഇത് ഫീഡ് ചെയ്യണതിന് മുമ്പ് കുറച്ച് നേരം പുറത്തിറക്കി വെക്കണം. ആ തണുപ്പൊന്ന് മാറിയ ശേഷം മാത്രമേ ഇവർക്ക് ഫീഡ് ചെയ്യാൻ പാടുള്ളൂ. ഇനി കോണിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് ഈ കോണ്. ഇവർക്ക് കൊടുക്കുന്ന പാക്കറ്റ് ഫുഡിലൊക്കെ ഈ കോണാണ് വരുന്നത്. അപ്പോൾ ഇവർക്ക് അങ്ങനെ കഴിക്കുന്നതിനെക്കാട്ടി ഇഷ്ടം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കൊത്തി എടുത്ത് കഴിക്കുന്നതാണ്. ഇവർ ഒരുപാട് എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് കഴിക്കുന്നത് കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഫോളോ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം.